ഇവാഞ്ചലിക്കൽ സമൂഹത്തിലെ ഒരു വിഭാഗം അധികാരത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ മറ്റൊരു വിഭാഗം വിശ്വാസത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കുവാൻ പോരാടുന്നു. ഇറാൻ യുദ്ധത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഈ വിവാദം വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ ആരംഭിച്ച യുദ്ധം ലോകത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എങ്ങനെയും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുവാനും ധാരണകൾ ഉണ്ടാക്കി രക്ഷപ്പെടാനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ ശ്രമങ്ങൾ ഇപ്പോഴും പൂർണ്ണ തോതിൽ വിജയിച്ചിട്ടില്ല. ഒരു കാര്യം ഓർക്കുക, യുദ്ധങ്ങൾ അത് രാജ്യങ്ങൾ തമ്മിലുള്ളതായാലും വ്യക്തികൾ തമ്മിലുള്ളതായാലും പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ളതായാലും തുടങ്ങി വയ്ക്കുന്നത്രയും ഈസി അല്ല അത് അവസാനിപ്പിക്കുക എന്നത്. ഏതായാലും എക്കാലത്തും ട്രംപിനോടൊപ്പം നിൽക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്ന അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സമൂഹം ഇറാൻ യുദ്ധത്തിലും ട്രംപിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്, മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. To say no to President Trump would be saying no to God, and I won't do that. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആത്മീയ ഉപദേശകയായ പാസ്റ്റർ പോള വൈറ്റ് കെയ്ൻ ട്രംപിനെ സാക്ഷാൽ യേശുക്രിസ്തുവിനോട് ഉപമിച്ചത് വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. ട്രംപിൻ്റെ രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടങ്ങളെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടും പുനരുദ്ധാനത്തോടുമാണ് പോള വൈറ്റ് ഉപമിച്ചത്. ഇതൊരു വലിയ ദൈവശാസ്ത്ര രാഷ്ട്രീയ വിവാദത്തിന് തന്നെയാണ് തിരികൊളുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വൈറ്റ് ഹൗസിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവ ലോകം ഈ പോള വൈറ്റിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഇങ്ങനെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. And Mr. President, no one has paid the price like you have paid the price. It almost cost you your life. You were betrayed and arrested and falsely accused. It's a familiar pattern that our Lord and Savior showed us. But it didn't end there for him, and it didn't end there for you. God always had a plan. On the third day, he rose, he defeated evil, he conquered death, hell, and the grave. And because he rose, we all know that we can rise. And sir, because of his resurrection, you rose up. Because he was victorious, you were victorious. And I believe that the Lord said to tell you this. Because of his victory, you will be victorious in all you put your hand to. 2026 ഏപ്രിൽ 1 വൈറ്റ് ഹൗസിൽ 100-ലധികം രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത ഈസ്റ്റർ പ്രാർത്ഥനാ ചടങ്ങ് നടക്കുന്നു. അവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ട്രംപിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് പോള വൈറ്റ്, നമുക്കറിയാം. പ്രസംഗപീഠത്തിൽ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ട്രംപിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങളെപ്പോലെ ആരും ഇത്ര വലിയ വില നൽകിയിട്ടില്ല. അത് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഘട്ടം വരെ എത്തി. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു, തെറ്റായി കുറ്റം ചുമത്തപ്പെട്ടു. നമ്മുടെ കർത്താവും രക്ഷകനും കാണിച്ചു തന്ന അതേ മാതൃകയാണിത്. ട്രംപിനെതിരെയുള്ള ഫെഡറൽ കേസുകളെയും വധശ്രമങ്ങളെയും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാണ് പോള വൈറ്റ് ശ്രമിച്ചത്. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റതുപോലെ ട്രംപും രാഷ്ട്രീയ തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും ക്രിസ്തുവിൻ്റെ വിജയം പോലെ ട്രംപിൻ്റെ വിജയവും ഉറപ്പാണെന്നും അവർ പ്രഖ്യാപിച്ചു. ഈ ട്രംപ് ഇവരുടെ ഈ പ്രസംഗം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് അതിനെ നന്ദി പറയുകയും ചെയ്തു. മാത്രവുമല്ല, ആ പുള്ളിയുടെ മറുപടി പ്രസംഗത്തിൽ ഓശാന ഞായറിനെ കുറിച്ച് സംസാരിക്കവേ ഇവർ ഇപ്പോൾ എന്നെ രാജാവെന്ന് വിളിക്കുന്നു എന്ന് തമാശ രൂപേണ പറയുകയും ചെയ്തത് വിവാദമങ്ങ് കൊഴുപ്പിച്ചു. ഈ പ്രസംഗം വൈറ്റ് ഹൗസിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകളിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും വിവാദം ഇങ്ങനെ കത്തിപ്പടർന്നതോടെ അത് പിന്നീട് നീക്കം ചെയ്യപ്പെട്ടു. അപ്പോഴേക്കും ഇത് വ്യാപകമായി അങ്ങ് പ്രചരിച്ചിരുന്നു. ഈ പ്രസ്താവന പുറത്തു വന്ന ഉടനെ വലിയ പ്രതിഷേധമാണ് അമേരിക്കൻ ക്രൈസ്തവ ലോകത്തു നിന്നുണ്ടായത്. കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞനായ റിച്ച് റാഹോ ഇതിനെ ദൈവനിന്ദ, ബ്ലാസ്ഫമി എന്ന വാക്കുപയോഗിച്ചാണ് വിമർശിച്ചത്. വിശുദ്ധ വാരത്തിൽ പാപമില്ലാത്ത ദൈവപുത്രനെ ഒരു രാഷ്ട്രീയ നേതാവുമായി താരതമ്യം ചെയ്യുന്നത് അത്യന്തം വേദനാജനകമാണെന്ന് ജസ്യൂട്ട് പുരോഹിതനായ ഫാദർ ജെയിംസ് മാർട്ടിനും ചൂണ്ടിക്കാണിച്ചു.
ബൈബിൾ പണ്ഡിതനായ ആരോൺ ഹിഗാഷി ഇതിനെ ചരിത്രപരമായ പിശകുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുവാനിടയായി തീർന്നു. യേശുക്രിസ്തു ആയുധധാരികളായ ജനക്കൂട്ടത്താൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയുമായിരുന്നു. എന്നാൽ ട്രംപ് കോടതിയിൽ ഹാജരാകുന്നത് എല്ലാ സുരക്ഷയോടും ആഡംബരത്തോടും കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി യേശുവിൻ്റെ സന്ദേശത്തെ വികലമാക്കുന്ന ക്രിസ്ത്യൻ നാഷണലിസത്തിൻ്റെ ഭാഗമാണിതെന്ന് പല പ്രൊട്ടസ്റ്റന്റ് നേതാക്കൾ തന്നെ വിമർശിക്കുകയും ചെയ്തു. ഈ വിവാദത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് നമുക്കറിയാം. പൗള വൈറ്റിൻ്റെ പ്രസ്താവനകൾ കേവലം മതപരമായ ഒന്ന് മാത്രമായിരുന്നില്ല, മറിച്ച് ഇറാനുമായി യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണിതെന്ന് ഓർക്കണം. 2026 ഫെബ്രുവരി 28 ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ തുടച്ചു നീക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അത് എണ്ണവിലയിലുണ്ടായ വർധനവ്, അമേരിക്കയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിലും പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ സമൂഹം ട്രംപിനോടൊപ്പം നിൽക്കുകയാണ് ഇറാനെതിരെയുള്ള യുദ്ധത്തിലും. ഈസ്റ്റർ ദിനത്തിൽ പോലും സമാധാനത്തിന് പകരം ഇറാനിലെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തു. ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അല്ലാഹുവിന് സ്തുതി എന്ന് പരിഹസിക്കുകയും ചെയ്തത് ലോകമെങ്ങും വലിയ വിമർശനമാണ് ഉണ്ടാക്കിയത്. യുദ്ധത്തിന് മതപരമായ പരിവേഷം നൽകാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ നിന്നൊരു അമേരിക്കൻ സൈനികനെ രക്ഷിച്ചതിനെ ഈസ്റ്റർ അത്ഭുതം എന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഉപമിച്ചത്. യുദ്ധത്തെ വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള പോരാട്ടം എന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ഇത്തരം താരതമ്യങ്ങൾ വിശ്വാസത്തെ യുദ്ധത്തിനുള്ള ആയുധമാക്കുന്നതിന് തുല്യമാണെന്ന് വത്തിക്കാൻ പോലും വിമർശിക്കുന്നു. എന്നാൽ എല്ലാ ക്രൈസ്തവ സഭാ നേതാക്കളും ഒന്നും ഈ പോള വൈറ്റിനെ എതിർക്കുന്നവരല്ല. ട്രംപിൻ്റെ ഉറ്റ അനുയായികളായ റോബർട്ട് ജെഫ്രസ്, ഫ്രാങ്ക്ലിൻ ഗ്രഹാം തുടങ്ങിയവർ ഇതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ട്രംപ് അന്യായമായി വേട്ടയാടപ്പെടുകയാണെന്നും ദൈവം പ്രത്യേകമായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണെന്നും അവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപിൻ്റെ മോശം വാക്കുകളെക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നടത്തിയ വളരെ നെഗറ്റീവായ പരാമർശങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണെങ്കിൽ ആ പറഞ്ഞതെല്ലാം തെറ്റാണ്, എന്നാൽ ഒരു പ്രസിഡന്റ് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ജെഫ്രസിൻ്റെ മറുപടി. എന്തായിരുന്നാലും ഈ വിഷയം അമേരിക്കൻ ക്രൈസ്തവ സമൂഹത്തെ രണ്ട് ചേരികളായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വചനം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് സാധാരണ വിശ്വാസികളെ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് ചാടിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സാമ്രാജ്യം ഈ ലോകത്തിൻ്റേതല്ല എന്നാണ് ബൈബിൾ നമുക്ക് ഉറപ്പായും പഠിപ്പിക്കുന്നത്. എന്നാൽ അധികാരത്തിന് വേണ്ടി ദൈവപുത്രനെ ലൗകിക നേതാക്കളോട് ഉപമിക്കുമ്പോൾ തകരുന്നത് വിശ്വാസത്തിൻ്റെ വിശുദ്ധിയാണ്. പൗള വൈറ്റും ട്രംപും സൃഷ്ടിച്ച ഈ വിവാദം ക്രൈസ്തവ സഭകൾക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. മതം രാഷ്ട്രീയത്തിൻ്റെ കളിപ്പാവയായി മാറുമ്പോൾ, വിശ്വാസം രാഷ്ട്രീയത്തിൻ്റെ കളിപ്പാവയായി മാറുമ്പോൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹ സന്ദേശം എവിടെയോ നഷ്ടമാകുന്നു. പൗള വൈറ്റിൻ്റെ പ്രസ്താവനകൾ അമേരിക്കൻ ക്രൈസ്തവ സമൂഹത്തിൽ ആഴത്തിലുള്ള ഭിന്നതകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഇവാഞ്ചലിക്കൽ സമൂഹത്തിലെ ഒരു വിഭാഗം അധികാരത്തിന് പിന്നാലെ പോകുമ്പോൾ മറ്റൊരു വിഭാഗം വിശ്വാസത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കുവാൻ പോരാടുന്നു. ഇറാൻ യുദ്ധത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഈ വിവാദം വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. മതം രാഷ്ട്രീയത്തിന് കീഴ്പ്പെടുന്ന അല്ലെങ്കിൽ വിശ്വാസം രാഷ്ട്രീയത്തിന് കീഴ്പ്പെടുന്നത് വിശ്വാസത്തെയും ജനാധിപത്യത്തെയും ഒരുപോലെ തകർക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000 ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000 വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിൻ്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിൻ്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000 വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക്
നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.